Hey guys, so ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാനും പോകുന്നത് CV രാമൻ ആസ് എ സയൻസ് കമ്മ്യൂണിക്കേറ്റർ എന്ന GV പവൻകുമാർ എഴുതിയിട്ടുള്ള FIUGB കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി AEC സയൻസിലെ ഒരു ആർട്ടിക്കിളാണ്. സോ നമ്മളുടെ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള റിസർച്ചറും സയൻറ്റിസ്റ്റും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ CV രാമനെ കുറിച്ച് GV പവൻകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഫിസിസ്റ്റും സയൻസ് എഡ്യൂക്കേറ്ററും ഒക്കെ ആയിട്ടുള്ള ഒരാൾ എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ CV രാമൻ എത്രത്തോളം ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, മൂപ്പരുടെ എഡ്യൂക്കേഷൻ എന്നുള്ള ഫീൽഡിലേക്ക് മൂപ്പരുടെ കോൺട്രിബ്യൂഷൻസ്, അതേപോലെ തന്നെ റിസർച്ചിന് എത്രത്തോളം പ്രാധാന്യമാണ് മൂപ്പർ നൽകിയിരുന്നത്, അതുപോലെ തന്നെ ഒരു CV രാമൻ ആസ് എ ടീച്ചർ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. രാമൻ ആസ് എ ടീച്ചർ എന്നുള്ള, രാമൻ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് സൊസൈറ്റിയിലെ സഹായിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ ഫീൽഡിൽ സഹായിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആർട്ടിക്കിൾ തുടങ്ങുന്നതിനെ. ഓക്കെ, experimental research is a collective endeavor that needs many minds and hands. സോ എക്സ്പെരിമെൻ്റൽ റിസർച്ച്, ഒരു കാര്യത്തിൽ എക്സ്പെരിമെൻ്റ് നടത്തിയിട്ട് റിസർച്ച് നടത്തുക എന്നുള്ളത് ഒരാളെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ എന്താണ്, അത് പല ആളുകളുടെ കൈകൾ അല്ലെങ്കിൽ പല വ്യക്തികളുടെ പ്രവൃത്തി കൊണ്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറഞ്ഞിട്ടാണ് CV രാമൻ്റെ ഈ എസ്സേ GV പവൻകുമാർ തുടങ്ങുന്നത്. ഓക്കെ, ട്രെയിനിങ് എ യങ് ജനറേഷൻ ഓഫ് സ്റ്റുഡൻസ് ഹു ക്യാൻ ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ എക്സ്പെരിമെൻ്റൽ മെഷേഴ്സ്മെൻറ്റ്സ് ആർ നെസസറി. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഒരാൾ എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ ഇറങ്ങി ചെല്ലണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ചെറുപ്പം തൊട്ടേ വിത്തായി നിൽക്കുന്ന സമയം തൊട്ടേ എന്ത് ചെയ്യണം, എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്നുള്ള ഫീൽഡിനെ കുറിച്ചും ആ മേഖലകളെ കുറിച്ചൊക്കെ അറിവുണ്ടായിരിക്കണം. സോ അതുകൊണ്ടാണ് എന്താണ് പറയുന്നത്, സ്റ്റുഡൻസ് ആരംഭിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, സ്റ്റുഡൻസിന് എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്നുള്ള ഏരിയയെക്കുറിച്ചുള്ള അറിവുകളും മെഷർമെൻറ്റ്സും ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കണം. അത് നെസസറി ആണ് എന്നാണ് CV രാമൻ പറയുന്നത്. രാമൻ trained many students during his tenure at Calcutta and Bangalore. സോ ഒരു എക്സ്പെരിമെൻ്റൽ റിസർച്ചിന് വേണ്ടി സജ്ജരാക്കുന്നതിന് വേണ്ടിയിട്ട് CV രാമൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൊൽക്കത്തയിലും ബാംഗ്ലൂരിലും ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് പലതരം സ്റ്റുഡൻസിന് അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് സ്റ്റുഡൻസിനെ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പെരിമെൻ്റൽ റിസർച്ചിനെ കുറിച്ചുള്ള ക്ലാസ്സുകളും അതേപോലെ തന്നെ അസിസ്റ്റൻസും റിസർച്ചുകളൊക്കെ CV രാമൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിനായിരുന്നു, ടു ബ്രിങ് ദം ടു ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് കട്ടിംഗ് എഡ്ജ് റിസർച്ച്. രാമൻ ടോട്ട് ഫണ്ടമെൻ്റൽ ഫിസിക്സ് ആൻഡ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഹിസ് ലാബ്. അപ്പോൾ ഫ്യൂച്ചറിൽ അവർ നല്ലൊരു എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ റിസർച്ചറായി മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ പഠനകാലത്ത് തന്നെ CV രാമൻ ഫണ്ടമെൻ്റൽ ഫിസിക്സിനെ കുറിച്ചും എക്സ്പെരിമെൻ്റൽ മെത്തേഡ്സ് ഓഫ് റിസർച്ചിനെ കുറിച്ചും ലാബ് എക്സ്പെരിമെൻറ്റ്സിനെ കുറിച്ചൊക്കെ അവർക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നൽകിയിരുന്നു. He believed that teachers exposed to research can bring an important perspective to science. ഇപ്പോൾ രാമൻ പറയുന്നത് എന്താണ്, സ്റ്റുഡൻസ് മാത്രമായ പോരാ, ഒരു ടീച്ചർ നല്ലൊരു റിസർച്ചർ ആയിക്കഴിഞ്ഞാൽ, ഒരു ഗവേഷകനായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരുടെ ജോലിയിലേക്ക് അല്ലെങ്കിൽ ടീച്ചിങ് എന്നുള്ള പ്രോസസ്സിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ക്വാളിറ്റി അവർക്ക് കൊണ്ടുവരാൻ പറ്റും എന്നാണ് CV രാമൻ പറയുന്നത്. അതേപോലെ തന്നെ സയൻസിലേക്കും. Importantly, he emphasized that questioning attitudes developed by researchers can positively affect teaching. അതേപോലെ തന്നെ ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ഉന്നയിക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യത്തെക്കുറിച്ച് അറിയുന്നവരെ ഒരാൾ അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കും, അപ്പോഴേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പോസിറ്റീവ് എഫക്റ്റ് ടീച്ചിങ്ങിന് സ്റ്റുഡൻസിനും ടീച്ചർക്കും കൊണ്ടുവരാൻ പറ്റുമെന്നാണ് CV രാമൻ പറയുന്നത്. ഓക്കെ, ഇനി CV രാമൻ്റെ സ്റ്റുഡൻസ്, വൺ ഓഫ് ദ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള LA രാമദാസ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റ് CV രാമനെ കുറിച്ച് പറയുന്ന ഒരു പാരഗ്രാഫാണ് നമുക്കിനി പഠിക്കാനുള്ളത്. നോക്കാം. He held the view that when a leading research worker takes on some special teaching course, he brings to his teaching the freshness of research and the attitude which makes all the difference between the dull pedagogy and inspired teaching. Pedagogy means classroom teachingനെയാണ് ഉദ്ദേശിക്കുന്നത്. റിസർച്ച് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് പഠിപ്പിക്കുമ്പോൾ എന്താണ്, ഒരു പുതിയ ഫ്രഷ്നെസ്സും ഒരു പുതിയ ഓറയും നമ്മളെന്തൊരു പുതിയൊരു അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു റിസർച്ച് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസും ഒക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ക്ലാസ് റൂമിലുമായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആ മാറ്റം കാണാനായിട്ട് പറ്റും. To some of us who had joined the MSc course at Kolkata, Professor Raman once made the side remark that the best way for him to master or revise any subject in physics was indeed to lecture on it to the MSc classes. അപ്പോൾ MSc കോഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ MSc കോഴ്സ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മളുടെ രാമദാസ് എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ് അത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് CV രാമൻ ഇവരോട് പറഞ്ഞൊരു കാര്യമായിരുന്നു, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റ് നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ബാക്കിയുള്ളവർക്ക് ആ സബ്ജക്റ്റ് പഠിപ്പിച്ചുകൊണ്ട് കൊടുക്കുക എന്നുള്ളതിലാണ്. അതായത് നിങ്ങളൊന്നല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് അറിയാത്തവർക്ക് ആ സബ്ജക്റ്റിൽ പറഞ്ഞു കൊടുക്കുക, അതേപോലെ തന്നെ നിങ്ങളുടെ ജൂനിയേഴ്സിന് ക്ലാസ് എടുത്തു കൊടുക്കുക. ഇതിലൊക്കെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സബ്ജക്റ്റ് നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതായിരുന്നു നമ്മളെ രാമദാസ് എന്ന സ്റ്റുഡൻറ്റ് CV രാമനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പാരഗ്രാഫ്. ഓക്കെ,
As you may observe, Raman saw the utility of teaching not only in educating students but also in positively affecting the teacher. അപ്പോൾ ടീച്ചിങ് എന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ടീച്ചിങ് എന്നുള്ള പ്രോസസ്സ് ടീച്ചറിൽ മാത്രം ഒതുങ്ങി കാണുന്ന അല്ലെങ്കിൽ സ്റ്റുഡൻസിൽ മാത്രം ഒതുങ്ങി കാണുന്ന ഒന്നല്ല ആയിട്ടല്ല സി വി രാമൻ കണ്ടത്. അത് ടീച്ചറിനെയും കൂടെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആയിട്ടാണ് സി വി രാമൻ ടീച്ചിങ്ങിനെ കണ്ടിരുന്നത്. രാമൻ ഹാഡ് എ ഡീപ്പ് അപ്രിസിയേഷൻ ഫോർ ക്ലാസിക്കൽ ആൻഡ് ക്വാണ്ടം ഫിസിക്സ് ആൻഡ് എൻഷുർഡ് ദാറ്റ് ഹിസ് സ്റ്റുഡൻസ് ഗോട്ട് ദ ഫ്ലേവർ ഓഫ് ദീസ് സബ്ജക്ട്സ്. ഇപ്പോൾ രാമൻ്റെ ഏരിയ എന്ന് പറയുന്നത് ക്വാണ്ടം ഫിസിക്സും ക്ലാസിക്കൽ ഫിസിക്സും ഒക്കെ ആയിരുന്നു. അപ്പോൾ മൂപ്പര് പഠിപ്പിക്കുന്നതിലൂടെ തന്നെ എന്ത് ചെയ്യും, മൂപ്പരെ സ്റ്റുഡൻസും അതിൻ്റെ ഒരു ഭാഗമായി മാറണം എന്നുള്ളത് സി വി രാമന് നിർബന്ധം ഉണ്ടായിരുന്നു. അത്രയും ഡേവറായിട്ടും അത്രയും സ്പെഷ്യലായിട്ട് സ്വീറ്റ് ആയിട്ടായിരുന്നു സി വി രാമൻ തൻ്റെ ക്വാണ്ടം ഫിസിക്സും ക്ലാസിക്കൽ ഫിസിക്സും ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ്? തൻ്റെ ഫ്യൂച്ചർ ജനറേഷൻ ആയിട്ടുള്ള തൻ്റെ സ്റ്റുഡൻസിനും അതിലൊരു അഭിരുചി അല്ലെങ്കിൽ താല്പര്യം വരണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു രാമൻ ഇങ്ങനെ ചെയ്തിരുന്നത്. Among many topics that he discussed with the students, electricity, magnetism and physical optics fascinated his students. ഈ ക്വാണ്ടം ഫിസിക്സ് ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും സ്ട്രെസ് കൊടുത്ത് അല്ലെങ്കിൽ ഏറ്റവും സ്റ്റുഡൻസിന് ഇഷ്ടമായ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, ഫിസിക്കൽ ഒപ്റ്റിക്സ് എന്നുള്ള ടോപ്പിക്സുകളൊക്കെ ആയിരുന്നു. ഇനി രാമദാസ് വീണ്ടും രാമനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ലിസണിങ് സ്പെൽ ബൗണ്ട് ഓഫ് Professor Raman's lectures in electricity and magnetism, covering a series of nearly 30 lectures. We had shared with him much of the excitement and superb thrill that Benjamin Franklin, Oersted, Arago, Gauss, Faraday, Maxwell, Hertz, Lord Kelvin and many others must have felt they were making their actual discoveries. അപ്പോൾ എന്ത് ചെയ്തിരുന്നു, ഞങ്ങൾ സി വി രാമൻ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള ലെക്ചേഴ്സ് 30ഓളം വരുന്ന ലെക്ചേഴ്സ് കേൾക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, ഞങ്ങൾ സാറുടെ ഒപ്പം രാമൻ സാറിൻ്റെ ഒപ്പം എന്ത് ചെയ്യാറുണ്ട്, ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് ആരുടെയൊക്കെ ഈ ഇലക്ട്രിസിറ്റിയിലും മാഗ്നറ്റിസത്തിലും ഇതിന് മുന്നേ പരീക്ഷണങ്ങൾ നടത്തിയ ഫ്രാങ്ക്ലിനെ, ഓസ്ട്രേലിയനെ കുറിച്ചും അരാഗോ, മാക്സ്വെൽ എന്നിവരുടെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചും ഡിസ്കവറിനെ കുറിച്ചും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് രാമദാസ് പറയുന്നത്. This was indeed no routine textbook learning, but relieving the actual past history of the subject. ഇതെന്തായിരുന്നു, അവരുടെ ടെക്സ്റ്റ് ബുക്ക് ലേൺ ചെയ്യുക അല്ലാതെ ജസ്റ്റ് വായിക്കുക എന്നുള്ള രീതിയിലല്ല ഞങ്ങൾ സംസാരിച്ചിരുന്നത്. ഞങ്ങൾ പഠിക്കാൻ പോകുന്ന ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവരെ കുറിച്ചൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ആരെക്കുറിച്ച്? ഹെർട്സ്, ലോർഡ് കെൽവിൻ, മാക്സ്വെൽ, ഫാരഡേ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവരെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നത്. ആൾമോസ്റ്റ് റെഗുലർലി പ്രൊഫസർ രാമൻ വിത്ത് ഹിസ് ജീനിയസ് ഫോർ ദ സബ്ജക്ട്, ഹിസ് എക്സ്ട്രാഓർഡിനറി എലോക്വൻസ്, imagery and fullness of precise expression, used to forget himself as well as the time and used to lecture for us more the prescribed 1 hour, while the next hour was politely retiring from scene after seeing Professor Raman still learns it lecture. അപ്പോൾ മൂപ്പരോട് ഈ സബ്ജക്റ്റിനോടുള്ള താല്പര്യം കൊണ്ട്, ക്വാണ്ടം ഫിസിക്സ് അതേപോലെ തന്നെ റിസർച്ച് ഏരിയകളോടൊക്കെയുള്ള താല്പര്യം കൊണ്ട് ഒന്നിൽ കൂടുതൽ മണിക്കൂർ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. മൂപ്പര് ക്ലാസ് എടുക്കുമ്പോൾ സമയം കഴിഞ്ഞു പോണതേ അറിയില്ല. ചിലപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴെന്ത് ചെയ്തിട്ടുണ്ടാവും, സീരാവൻ പീരിയഡ് കഴിഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. അതിൻ്റെ ഫ്ലോയിൽ അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടേയിരിക്കും. ഇനി കുറച്ച് കഴിഞ്ഞ് എന്ത് കാണാൻ പറ്റും, വേറൊരു ക്ലാസ്സിൽ ഈ സെയിം ടോപ്പിക്ക് നമുക്ക് എടുക്കുന്നത് കാണാൻ പറ്റും. എന്താ പറയുന്നത്, സി വി രാമൻ അത്രയും ഫിസിക്സിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു. അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരിക്കലും കുഴങ്ങാത്ത അല്ലെങ്കിൽ ഒരിക്കലും ക്ഷീണം പറ്റാത്ത ഒരാളായിരുന്നു സി വി രാമൻ എന്നാണ് സ്റ്റുഡന്റ് പറയുന്നത്. ഓക്കെ, in physics optics, a topic on which he himself was conducting several investigations at the time, the students were introduced to all the topics coming as it were hot from the lab, and the lecture flared for dipping straight into the great measures like Huygens, Fresnel, Muscat, Schuster, Wood, Rayleigh and others of the late 19th and the 20th centuries, imbued the students with a real love and enthusiasm for what they learned. Professor Raman's feat as it. അപ്പോൾ നമ്മൾ സി വി രാമൻ എന്ന് പറയുന്ന ഫിസിക്കൽ ഒപ്റ്റിക്സ് എന്നൊക്കെ ഒരു മേഖലയിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മൂപ്പര് നടത്തിക്കൊണ്ടിരിക്കുന്ന മേഖലയിൽ ഞങ്ങളെ ഒരു ഭാഗവാക്കാക്കിയിരുന്നു. അതിൽ മുന്നേ പരീക്ഷണങ്ങൾ നടത്തിയില്ല. ഹ്യൂഗൻസ്, ഫ്രെസ്നെൽ, മസ്കാട്ട് പോലെയുള്ളവരൊക്കെ എന്ത് ചെയ്തിരുന്നു, ഞങ്ങളുടെ പഠനത്തിൽ ഒരു ഭാഗമായിരുന്നു. അല്ലെങ്കിൽ അവരെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അവരെ കുറിച്ച് ഞങ്ങളും പഠിച്ചിരുന്നു. എന്തിനാ, രാമന്റെ ഒപ്പം ഫിസിക്കൽ ഒപ്റ്റിക്സ് എന്നുള്ള മേഖലയിൽ ഞങ്ങളെ ഒരു ഭാഗമാക്കിയിട്ട് ഇതിന്റെ ഫോർ ഫാദേഴ്സിനെ കുറിച്ച്, ഇതിൽ മുന്നേ ഗവേഷണം നടത്തിയ ആളുകളെ കുറിച്ചൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു എന്നാണ് സ്റ്റുഡന്റ് പറയുന്നത്. Okay, what were some of the methods used by C.V. Raman, the teacher? പിന്നെ സി വി രാമൻ എന്നൊരു ടീച്ചർ എന്നുള്ള രീതിയിൽ ക്ലാസ് റൂമിൽ പഠിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന മെത്തേഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഹൗ ഡിഡ് ഹി കണ്ടക്ട് എ ക്ലാസ്, വാട്ട് എലമെന്റ്സ് ഓഫ് പെഡഗോജി ഡിഡ് ഹി യൂസ്, എങ്ങനെയായിരുന്നു ഒരു ക്ലാസ് നടത്തിയിരുന്നത്, ഏത് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്സ് ഉപയോഗിച്ചിട്ടായിരുന്നു ക്ലാസ് നടത്തിയിരുന്നത്. ദർ ആർ സം ഓഫ് ദ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ടു അഡ്രസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ ടീച്ചിങ് മെത്തേഡ്സ്, ടീച്ചിങ് സ്ട്രാറ്റജി, ടീച്ചിങ് സ്റ്റൈൽ എന്നതിനൊക്കെ കുറിച്ചാണ് ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. Okay, a study of the history of individual branches of science, of the biographies of the leading contributions to their development is essential for a proper appreciation of the real meaning and spirit of
സയൻസ്. ഇപ്പം എന്ത് ചെയ്യണം, ഒരു കാര്യത്തെക്കുറിച്ച് ഒരു മേഖലയെക്കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അതിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അതിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചും എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്തു, എങ്ങനെയാണ് ഈ തിയറി വന്നിട്ടുള്ളത് എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വെൽ തറോ നോളജ് ഉണ്ടായിരിക്കണം. They often afford much more stimulating reading than the most learned or formal treatises on science. To the teacher, such histories and biographies are invaluable. ഒരു ടീച്ചറെ സംബന്ധിച്ച് എന്താണ്, ജസ്റ്റ് ആ ടോപ്പിക് എടുക്കുക എന്ന് മാത്രമല്ല, അതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചും ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും എങ്ങനെയാണ് ഈ തിയറി ഉണ്ടായത്, എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തത്, ആരൊക്കെയാണ് കീ കോൺട്രിബ്യൂട്ടേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ടീച്ചർ അറിഞ്ഞിരിക്കണം. അല്ലാതെ ആ ടോപ്പിക് ജസ്റ്റ് പഠിപ്പിച്ച് പോവുക എന്നുള്ളതല്ല ടീച്ചറുടെ ഡ്യൂട്ടി. ഈച്ച് ആൻഡ് എവറിത്തിങ് ഷുഡ് ബി നോൺ ടു ദ ടീച്ചർ. ഓക്കെ. Whenever he finds the attention of his listeners flagging a little, he can always enliven his class by telling a little story how this or that great discovery in this subject was made, or by recalling some anecdote about one another of the famous investigators in the field. അപ്പം എന്ത് ചെയ്യും, സി വി രാമൻ പഠിപ്പിച്ചിരുന്നത്, ഇപ്പോൾ ഞങ്ങൾ പഠിപ്പിക്കുന്നതിനിടയിൽ ഞങ്ങൾ ആരെങ്കിലും ടയേർഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ആ ടോപ്പിക്ക് മതിയാവുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യും, അതൊരു കഥയുടെ രൂപത്തിലായിട്ട് സി വി രാമൻ പറഞ്ഞു കൊടുക്കും. എന്ത് ചെയ്യും, അതിൽ ഇന്ന ആൾ ഇന്ന തരത്തിലാണ് ഗവേഷണം നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്ന ആളാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഫ്രെസ്നലിനെ കുറിച്ചോ മാക്സ്വെലിനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് കഥ രൂപത്തിലായിരുന്നു ക്ലാസ് എടുത്തിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ബോറടിച്ചിരിക്കുന്ന ഒരു കഥ എന്ന പോലെ ആ ടോപ്പിക്ക് കേട്ടിട്ട് മനസ്സിലാക്കുകയും ചെയ്യും, അവരെ ബോറടി മാറുകയും ചെയ്യും. In this way, the teacher can convey to the students an understanding how science is made of the intellectual outlook, which is the essence of it. ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, സയൻസും കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് മടുക്കയില്ല, ആ ടോപ്പിക്കും ക്ലിയർ ആയിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ഈ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡിലൂടെ സി വി രാമന് കഴിയാറുണ്ട്. It is evident that Raman was a captivating lecturer and showed us a lot of enthusiasm as a teacher. അപ്പോൾ രാമൻ എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് ടീച്ചർ ആയിരുന്നു. അതേപോലെ തന്നെ ടീച്ചർ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് കുറേ എന്തൂസിയാസം, കുറേ ഉന്മേഷം നൽകിയ ഒരാളുമായിരുന്നു സി വി രാമൻ എന്ന് പറയുന്നത്. ബട്ട് വാസ് ഈ ഇൻക്ലൂസീവ് മെന്റർ, ഒരു നല്ലൊരു മെന്ററാണ് അല്ലെങ്കിൽ നല്ലൊരു അഡ്വൈസർ ആണോ രാമൻ എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ക്വസ്റ്റ്യൻ ഈസ് യെറ്റ് ടു ബി റിസോൾവ്. ആ ക്വസ്റ്റ്യൻ എന്താണ്, ഇനി ചുരുളഴിക്കപ്പെടാത്തൊരു രഹസ്യമൊക്കെയാണെന്ന് പറയില്ല. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട് ടു നോട്ട് ഈസ് ദാറ്റ് മോസ്റ്റ് ഓഫ് ഹിസ് സ്റ്റുഡൻസ് വർ മെൻ. ഇനി അതിലെ ഏറ്റവും വലിയൊരു തമാശപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, സി വി രാമൻ്റെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ആയിരുന്നു എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബോയ്സ് തന്നെയായിരുന്നു, അല്ലെങ്കിൽ ആണുങ്ങളായിരുന്നു സി വി രാമൻ്റെ most of the majority of students. We do not have information about what his women students thought about his teaching and interaction. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തറിയില്ല, പെൺകുട്ടികൾ എന്താണ് മൂപ്പരുടെ ടീച്ചിങ്ങിനെ കുറിച്ചും മൂപ്പരുടെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചും വിചാരിച്ചതെന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല. കാരണം എന്താണ്, ഞങ്ങൾ ആണുങ്ങളായിരുന്നു മൂപ്പരുടെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഇരുന്നിരുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഗ്രേറ്റ് ടീച്ചറായിരുന്നു സി വി രാമൻ എന്ന് പറയുന്നത്. പക്ഷേ ആസ് എ ഫീമെയിൽ സ്റ്റുഡൻറ്റ് മൂപ്പരെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല എന്നാണ് നമ്മൾ ഈ സ്റ്റുഡൻറ്റ് പറയുന്നത്. In recent years in India, the issue of gender equity in science has come to focus, and Raman has been criticized for not being inclusively enough. Okay, Raman was a difficult person and had made an administrative conflict. അപ്പോൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ റീസെൻറ്റ് ഇയേഴ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇക്വിറ്റി കാണാൻ പറ്റാത്ത, സയൻസിലും മേഖലയിലും നമുക്ക് ഇക്വിറ്റി കാണാൻ പറ്റുന്നില്ല. ഒന്നല്ലെങ്കിൽ ആണുങ്ങൾ മാത്രമാണ് ആ മേഖലയിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ഗേൾസ് മാത്രമാണ് മേഖലയിൽ ഉണ്ടാവുക. ഇക്വിറ്റി എന്നുള്ളൊരു കാരണം സയൻസ് മേഖലയിലും എഡ്യൂക്കേഷൻ മേഖലയിലും നമുക്കിപ്പോൾ കാണാനായിട്ട് പറ്റുന്നില്ല. അതേപോലെ തന്നെ രാമൻ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. മാനേജ്മെൻ്റ് ആയിട്ടും അഡ്മിനിസ്ട്രേഷൻ ആയിട്ടും എഡ്യൂക്കേഷൻ്റെ ഒക്കെ എപ്പോഴും കൊറൽസും ഇതൊക്കെ ഉണ്ടായി നടക്കുന്ന ഒരാളായിരുന്നു സി വി രാമൻ എന്ന് പറയുന്നത്. ഓക്കെ, this has been acknowledged by many people who knew him and interacted with him. ഇതെന്ന് പറയുന്നത് ആർക്ക് മാത്രമേ ഉള്ളൂ, മൂപ്പരോട് അടുത്ത് സമയം ചെലവഴിക്കുന്ന എന്നെ പോലെയുള്ളവർക്ക് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. Perhaps he was more comfortable discussing and doing science at an individual level than interacting with people, especially in administrative matters. അപ്പോൾ മൂപ്പർക്ക് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് സയൻസ് ആൻഡ് റിസർച്ച് ഒക്കെയാണ്. അല്ലാതെ അഡ്മിനിസ്ട്രേഷൻ ഏരിയയിലും അതിലെ നടത്തിപ്പിലും സ്കൂളിൻ്റെ അല്ലെങ്കിൽ കോളേജിലും മറ്റു കാര്യങ്ങളൊന്നും ഇടപെടാൻ സി വി രാമന് ഇഷ്ടമായിരുന്നില്ല. ഇഷ്ടമുള്ള മേഖല എന്ന് പറയുന്നത് സയൻസും സയൻറ്റിഫിക് ഇന്നോവേഷൻസും മാത്രമായിരുന്നു. However, his ability and commitment to communicate science seems too high. പക്ഷേ സയൻസ് എന്ന മേഖലയിൽ സംസാരിക്കാനും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാനുള്ള കഴിവ് എന്ന് പറയുന്നത് സി വി രാമന് വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ആ മേഖലയിൽ സി വി രാമൻ ഇന്നും വളരെ ഉയർന്നാണ് നിൽക്കുന്നത്. Furthermore, he enjoyed talking about science with a general audience, which I will discuss next. അപ്പോൾ സയൻസ് എന്നുള്ള കാര്യം ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്ന ഒരാളായിരുന്നു സി വി രാമൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സി വി രാമൻ ആസ് എ കമ്മ്യൂണിക്കേഷൻ വിത്ത് പബ്ലിക്. രാമൻ എങ്ങനെയായിരുന്നു പബ്ലിക്കിനോട് സയൻസിൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നത് അല്ലെങ്കിൽ സംസാരിച്ചത് എന്നുള്ള കാര്യങ്ങളായിരുന്നു നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്.
One of the hallmarks of Raman as a scientist was that he engaged with the public, especially with children, and communicated the excitement of science to them. അപ്പോൾ റോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൊതുജനത്തോട് സയൻസിൻ്റെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്ന അല്ലെങ്കിൽ ഒരു മടിയും കൂടാതെ വിളിച്ചു പറഞ്ഞിരുന്ന ഒരാളായിരുന്നു സി വി രാമൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കുട്ടികളോട് സയൻസും സയൻസിൻ്റെ മേഖലകളെ കുറിച്ചും എക്സ്പെരിമെൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടെയായിരുന്നു സി വി രാമൻ. Although he had many tussles with administrators and fellow scientists, he did not hesitate to interact with the public and opened his laboratory doors for them to visit occasionally. ഒപ്പം വർക്ക് ചെയ്യുന്നവരെ കുറിച്ചും വർക്ക് ചെയ്യുന്ന മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ കുറെ കശപിശകൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, പബ്ലിക്കിന് വേണ്ടി സയൻസും സയൻസിന്റെ ലാബുകൾ ഏത് നേരവും സി വി രാമൻ തുറന്നു കൊടുക്കായിരുന്നു. തൻ്റെ സേവനം എപ്പോഴും പബ്ലിക്കിന് വേണ്ടിയിട്ട് സയൻസിന്റെ ഇന്നോവേഷൻസിന് വേണ്ടിയിട്ട് സി വി രാമൻ തുറന്നു കൊടുക്കാറുണ്ട്. ഓക്കെ, he enjoyed this public communication part of the work and the audience reciprocated with enthusiasm. അപ്പോൾ സയൻസിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സി വി രാമൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിനോദമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. This is mainly because Raman was an excellent and engaging orator and his former student Ramdas describes. ഇതെന്തുകൊണ്ടാണ് സയൻസിനെ കുറിച്ച് സംസാരിക്കുക എന്ന് പറയുമ്പോൾ രാമനേക്കാളും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വേറൊരാൾ ഇന്ന് ഇല്ല. അത്രയും എന്തൂസിയാസം നിറഞ്ഞിട്ടായിരുന്നു സയൻസിനെ കുറിച്ച് സി വി രാമൻ സംസാരിച്ചത്. ഇനി രാമദാസ് എന്താണ് അതിനെക്കുറിച്ചും പറയുന്നത് നോക്കാം. Raman excelled in public speaking and could not give a lecture on, for instance, Egyptian history off the cuff. അപ്പോൾ രാമൻ ഏറ്റവും കൂടുതൽ കഴിവ് തെളിയിച്ച ഒരു മേഖലയായിരുന്നു പബ്ലിക്കിനോട് സയൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അതിൽ തന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാനുള്ളതായിരുന്നു ഈജിപ്ഷ്യൻ ഹിസ്റ്ററി. ഈജിപ്ഷ്യൻ്റെ ഹിസ്റ്ററി ഒക്കെ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, പബ്ലിക്കിന് തുറന്നു പറഞ്ഞു കൊടുത്ത ഒരാളായിരുന്നു സി വി രാമൻ. ഈ സയന്റിഫിക് ലെക്ചേഴ്സ് വർ എ ട്രീറ്റ് ഫോർ ഹി വാസ് എ സൂപ്പർബ് എൻ്റർടൈനർ. മൂപ്പരുടെ സയൻസ് ഇന്നോവേഷൻസ് അല്ലെങ്കിൽ സയന്റിഫിക് സ്പീച്ചസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു ട്രീറ്റ് പോലെയായിരുന്നു പൊതുജനത്തിന്. ഫോർ ഹി വാസ് എ സൂപ്പർബ് എൻ്റർടൈനർ. അതായത് പോലെ തന്നെ ആളുകളുടെ വിനോദത്തിലൂടെ സംഭാഷണങ്ങൾ നടത്തി സയൻസിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരാളായിരുന്നു സി വി രാമൻ. ദേ വർ ഡെലിവേർഡ് ഇൻ എ ഹൈലി പിച്ച്ഡ് റെസൊനന്റ് വോയിസ് വിച്ച് റീച്ച്ഡ് ദ എൻറ്റയർ ഓഡിയൻസ് മേക്കിംഗ് ലൗഡ് സ്പീക്കേഴ്സ് അൺനെസസറി. അതേപോലെ തന്നെ സയൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മൂപ്പർക്ക് കുറച്ച് ഒച്ച കൂടുതലാണ് എന്നാണ് പറയുന്നത്. മൂപ്പര് സയൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത്രയും ഒച്ചയോടെ അത്രയും ശബ്ദത്തോടെ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു സി വി രാമൻ സംസാരിച്ചിരുന്നത്. അതേപോലെ തന്നെ റിച്ച് ഇൻ ഇമേജറി ആൻഡ് എലക്വൻസ് ആൻഡ് റിപ്ലീറ്റ് വിത്ത് സ്പോണ്ടേനിയസ് ടോക്സ്. ദ ലെക്ചേഴ്സ് വർ ഗിവൺ ഇൻ സച്ച് എ പോപ്പുലർ സ്റ്റൈൽ ദാറ്റ് എവറി ലിസണർ ഫെൽറ്റ് ദാറ്റ് ഹി അണ്ടർസ്റ്റുഡ് ഓൾ ദ സയൻസ് ദാറ്റ് ദ ലേൺ ലെക്ചർ വാസ് ഡിസ്കസിങ്. ഇപ്പം എന്ത് ചെയ്യും, സംസാരിക്കുമ്പോൾ വെറുതെ സംസാരിക്കുകയല്ല, ഇമേജറീസും തമാശകളും അതേപോലെ തന്നെ അതിനെ ഭംഗിയാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെ ഉപയോഗിച്ചിട്ടാവും സയൻസിനെ കുറിച്ചുള്ള സംഭാഷണങ്ങൾ പൊതുജനത്തോട് സി വി രാമൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ആ സ്പീച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സംസാരിക്കുന്നത് സയൻസിനെ കുറിച്ച് രാമൻ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിനെ കുറിച്ച് മാത്രമായിരിക്കും. അത്രയും ഡീപ്പായിട്ടായിരുന്നു പബ്ലിക്കിന് ഡിസ്കഷൻസ് നടത്തി കൊടുത്തിരുന്നത്. ദ എബിലിറ്റി ടു കണക്ട് വിത്ത് ദ ഓഡിയൻസ് ഈസ് നോട്ട് എ കോമൺ തിങ് ഫോർ എ സയന്റിസ്റ്റ്. എ ക്രിറ്റിസിസം ഓഫ് സയന്റിസ്റ്റ് ഈവൻ ടുഡേ ഈസ് ദാറ്റ് ദേ ഡു നോട്ട് കമ്മ്യൂണിക്കേറ്റ് വെൽ വിത്ത് ജനറൽ ഓഡിയൻസ്. രാമൻ വാസ് ആൻ എക്സെപ്ഷൻ. അപ്പോൾ പൊതുജനത്തോട് സംസാരിക്കുക എന്ന് പറയുന്നത് സയന്റിസ്റ്റുകളെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമല്ല. പക്ഷേ എന്താണ്, ക്രിറ്റിസിസം ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അതിനെതിരെ വരുന്ന നമ്മൾ ക്രിറ്റിസിസംസ് ഉണ്ടാവില്ലേ, അതിന്ന് സയന്റിസ്റ്റുകൾക്ക് കുറേയധികം നേരിടേണ്ടി വരുന്നുണ്ട്. പക്ഷെ രാമനെ സംബന്ധിച്ച് നേരെ തിരിച്ചാണ്. ഒരു ക്രിറ്റിസിസവും നേരിടാതെ നല്ല എല്ലാ ഓഡിയൻസിനും ഹാപ്പി ആക്കി സംസാരിക്കുന്ന ഒരാളായിരുന്നു സി വി രാമൻ എന്ന് പറയുന്നത്. ഹി കുഡ് നോട്ട് ഹാവ് ഈസിലി സാറ്റ് ഓൺ ഹിസ് ലോറൽസ് ആൻഡ് സ്റ്റേഡ് അവേ ഫ്രം ദ പബ്ലിക് ഐ, ബട്ട് ഹി ഡിഡ് നോട്ട് ഹെസിറ്റേറ്റ് ടു എക്സ്പ്രസ് ഹിസ് തോട്ട്സ് ഓഫ് ദ പബ്ലിക് ഡൊമൈൻ. വെറുതെ ചെയറിൽ ഇരുന്നിട്ട് സമയം കഴിക്കുക എന്നല്ല സ്പീച്ചിന് പോയാൽ, എണീറ്റ് നിന്നിട്ട് താങ്കൾക്ക് പറയാനുള്ള കാര്യം ഒരു മടിയും കൂടാതെ തുറന്നു വിളിച്ച് പറയാനുള്ള കഴിവ് സി വി രാമൻ ഉണ്ടായിരുന്നു. ഈവൻ ദെൻ ദിസ് വാസ് അൺയൂഷ്വൽ ഫോർ എ സയന്റിസ്റ്റ് ഓഫ് ദിസ് ടൈം. ഈ കാലത്ത് ഒരു സയന്റിസ്റ്റ് പോലും ചെയ്യാത്ത രീതിയിലുള്ള പ്രസംഗങ്ങളും സ്പീച്ചുകളൊക്കെ ആയിരുന്നു സി വി രാമൻ അന്ന് നടത്തിയിരുന്നത്. ഇൻ 1938 രാമൻ ഗേവ് എ റേഡിയോ ടോക്ക് ദ ടൈറ്റിൽ ദി ന്യൂ ഫിസിക്സ് റെവല്യൂഷണറി അഡ്വാൻസ്. 1938 എന്ത് ചെയ്യുന്നുണ്ട്, റേഡിയോയില് ദ ന്യൂ ഫിസിക്സ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് രാമൻ റേഡിയോയിൽ ഒരു സംഭാഷണം നടത്തുന്നുണ്ട്. There he spoke about emerging physics is that the era and the scientists who had contributed to it. Below is an excerpt from his radio talk. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അന്ന് ആ ടോക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കടന്നു വരുന്ന ഫിസിക്സിനെ കുറിച്ചും അതേപോലെ തന്നെ ഫിസിക്സ് എന്ന മേഖലയിലേക്ക് സയന്റിസ്റ്റുകൾ നൽകിയിട്ടുള്ള മേജർ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള സയന്റിസ്റ്റുകളെ കുറിച്ചൊക്കെ സി വി രാമൻ ഈ സംഭാഷണത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, ആ റേഡിയോ ടോക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. I will not fatigue you a recital of the names of even the most outstanding investigators who have built up the physics of today.
ഫിസിക്സിലെ കോൺട്രിബ്യൂഷൻ നൽകിയ എല്ലാവരെയും ഞാൻ ഇന്ന് എടുത്തു പറയാനായിട്ട് പോകുന്നില്ല. Their names and their discoveries are known to every student of physics. അവരുടെ പേരുകളും അവരുടെ കണ്ടെത്തിയ കാര്യങ്ങളും എന്ന് പറയുന്നത് ഒരു ഫിസിക്സ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് മറക്കാനാവാത്തതാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഞാൻ അതൊന്നും കൂടെ വിളിച്ച് പറയുന്നില്ല. They are claimed as nationals by one or another or many different countries. അപ്പോൾ നാഷണലിസ്റ്റുകളായിട്ടാണ് ഈ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഫിസിക്സിലേക്ക് നൽകിയവരെ രാജ്യങ്ങളും അവർ വസിക്കുന്ന ആൾക്കാരൊക്കെ അവരെ കണക്കാക്കുന്നത്. Okay, yet in the truest sense, they belong to the whole world and to the international brotherhood of science. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു രാജ്യത്തിൻ്റെ മാത്രമല്ല ലോകത്തിലേക്ക് കോൺട്രിബ്യൂഷൻ നൽകിയ ഒരാളാണ്. അവർ യൂണിവേഴ്സൽ ബ്രദർ ആയിട്ടാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സലി കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള ഒരാളായിട്ടാണ് ഒരു സയൻറ്റിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ഫിസിസിസ്റ്റിനെ കണക്കാക്കേണ്ടത്. I will permit to mention only two of the great pioneers among the priceless memories that a man's science like my treasures lifelong is that of person contact with such leaders of science as the late Lord Rutherford and the late Madam Curie. അപ്പോൾ എല്ലാവരെ കുറിച്ചും എല്ലാ സയൻസിലെ കോൺട്രിബ്യൂഷൻ നൽകിയവരെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കോൺട്രിബ്യൂഷൻ നൽകിയവരെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ പ്രസ്താവിക്കാൻ പോകുന്നത്. അവർ ആരൊക്കെയായിരുന്നു? ലോർഡ് റുദർഫോർഡും മാഡം ക്യൂറിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. Their contribution to the building of the new physics have been most impressive and their influence on the generation and the great progress of science almost incredibly great. കുറേ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ സയന്റിസ്റ്റുകൾ ഫിസിക്സിലെ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. പക്ഷേ ഫിസിക്സിനെ ഇന്നത് കാണുന്ന ഫിസിക്സ് ആക്കി മാറ്റിയത് ആരാണെന്നാണ് പറയുന്നത്? ലോർഡ് റുദർഫോർഡ് മാഡം ക്യൂറി ആണെന്നാണ് CV രാമൻ പറയുന്നത്. അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണെന്നാണ് CV രാമൻ പ്രസ്താവിക്കുന്നത്. ഓക്കെ, Raman admired many of the pioneers of the modern physicists, including Rutherford and Curie. അപ്പോൾ റുദർഫോർഡിനെയും ക്യൂറിനെയും പോലുള്ള കുറേയധികം ഫിസിസിസ്റ്റുകൾ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരെ, ഈ മേഖലയിൽ ശാസ്ത്രജ്ഞന്മാരെ എന്ത് ചെയ്തിട്ടുണ്ട് CV രാമൻ ഇന്നും വലിയ വില കൊടുത്തിട്ടുണ്ടായിരുന്നു അന്നും. ഓക്കെ, ഹി ഡീപ്ലി അപ്രീഷിയേറ്റഡ് സയൻസ് ആസ് എ കളക്റ്റീവ് ഹ്യൂമൻ എൻഡവർ വിച്ച് ഈസ് എവിഡൻറ്റ് ഫ്രം ഹിസ് സ്പീച്ച്. അപ്പോൾ സയൻസ് എന്ന് പറയുന്നത് ഹ്യൂമനെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവം എന്നുള്ള രീതിയിലാണ് രാമൻ എന്നും സംസാരിച്ചിരുന്നു. മൂപ്പരുടെ സംഭാഷണങ്ങളിലൊക്കെ നമുക്കത് കാണാനായിട്ട് പറ്റും. ആസ് യു മേ ഒബ്സർവ്, ദർ ഈസ് ക്ലാരിറ്റി ഓഫ് തോട്ട് ഇൻ ഹീസ് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഫർദർ ഹൈലൈറ്റ്സ് രാമൻസ് എബിലിറ്റി ടു കണക്ട് വിത്ത് എ ബ്രോഡർ ഓഡിയൻസ്. ഈ സയൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ബ്രോഡർ ഓഡിയൻസ്, കൂടുതൽ ആളുകളോട് സംസാരിക്കാനുള്ള കഴിവും നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ സയൻസ് എന്ന ടോപ്പിക്ക് ബോറിംഗ് ആക്കാതെ സംസാരിക്കാൻ രാമന് കഴിയുമായിരുന്നു. ഒരു ലാർജ് ഓഡിയൻസ്, ഏറ്റവും കൂടുതൽ ആളുകളിൽ എത്തിച്ചേരാൻ സയൻസ് എന്ന ടോപ്പിക്ക് വെച്ചുകൊണ്ട് രാമന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി രാമൻ കണ്ടെയ്ൻഡ് മൾട്ടിറ്റ്യൂഡ്സ്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ്സ് ഉള്ള ഒരാളായിരുന്നു രാമൻ എന്നാണ് പറയുന്നത്. ജേർഡി ബേർണാൽ ഇൻ വൺ ഓഫ് ഹിസ് എസ്സേ ടോക്സ് അബൌട്ട് ദ റെസിപ്രോസിറ്റി ബിറ്റ്വീൻ സയൻസ് ആൻഡ് സൊസൈറ്റി. ജേർഡി ബേർണാൾ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുന്നുണ്ട്, മൂപ്പരുടെ ഒരു എസ്സേയിൽ സയൻസും നമ്മളെ സമൂഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈച്ച് ക്യാൻ ഫീഡ് ദ അതർ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സയൻസ് ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്നത് ഇന്റർ കണക്റ്റഡ് ആണ്. ഒന്നുണ്ടെങ്കിൽ മാത്രമേ മറ്റൊന്ന് ജീവിക്കുള്ളൂ. അപ്പോൾ ഒന്നില്ലെങ്കിൽ എന്തില്ല, മറ്റൊന്നില്ല എന്നാണ് മൂപ്പര് പറയുന്നത്. അറ്റ് ദ സെന്റർ ഓഫ് ദിസ് ഇന്റർഫേസ് ആർ സയന്റിസ്റ്റ്. അപ്പോൾ അതിൻ്റെയോടൊപ്പം എന്ത് പറയുന്നത്, സൊസൈറ്റി എന്ന് പറയുന്നതിൻ്റെ ഇന്റർഫേസ് അല്ലെങ്കിൽ നയിച്ചു കൊണ്ടുപോകുന്നു പറയുന്നത് എന്താണ്, സയൻസ് ആണെന്നാണ് JD ബെർണാൾ പറയുന്നത്. Raman was well aware of this central role. He believed that science could not influence society, and many of his writings and interactions on public forums showed his intention. രാമനെ സംബന്ധിച്ച് എന്താണ്, അതിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു. ഹി ബിലീവ് ദാറ്റ് സയൻസ് കുഡ് ഇൻഫ്ലുവൻസ് സൊസൈറ്റി. സയൻസ് എന്ന് പറയുന്നത് സൊസൈറ്റീനെ സംബന്ധിക്കുന്ന വലിയൊരു ഘടകമാണെന്നാണ് CV രാമനും വിശ്വസിച്ചിരുന്നത്. മൂപ്പരുടെ പ്രസ്താവനകളിലും മൂപ്പരുടെ സംഭാഷണങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സയൻസ് എത്രത്തോളം സൊസൈറ്റീനെ ബാധിച്ചിരുന്നു അല്ലെങ്കിൽ ഭാഗമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിരുന്നു. He felt that science could uplift humankind and had a dominant role in influencing the lives of Indians and the world. അപ്പോൾ എന്താണ് പറയുന്നത്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ, മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളെ ഉയർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു സാധനമാണ് സയൻസ് എന്നാണ് CV രാമൻ പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് പറയുന്നത്, ഇന്ത്യൻസിനെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ലിവിങ് സ്റ്റാൻഡേർഡ്സിലേക്ക് എത്തിച്ചതും സയൻസ് ആണെന്നാണ് CV രാമൻ പറയുന്നത്. ഓക്കെ, ദിസ് thought was partly driven by the fact that Raman himself was a subject of colonial times and he so undergo the transition from a colonial state to independent one. ഇത് പറയുന്നതിന് കാരണം എന്താ, നമ്മളുടെ ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചിരുന്ന സമയത്ത് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു CV രാമൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടുന്നതിൽ നമ്മളുടെ സയൻസ് ആൻഡ് ഇന്നോവേഷൻസ് എന്ന് പറയുന്നത് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് CV രാമൻ പറയുന്നത്. ഓക്കെ, he strongly believed that science had an important role in building a nation. Raman donned the hats of researcher, teacher and a public figure. അപ്പോൾ രാമൻ അതേപോലെ തന്നെ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു, ഒരു രാജ്യത്തെ നിർമ്മിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജി തന്നെയാണ്. ഓക്കെ, ഹി എൻജോയ്ഡ് റിസർച്ചിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് സയൻസ് ടു എ വാരിഡ് ഓഡിയൻസ്.
ഫ്രം ദ എക്സിസ്റ്റിംഗ് റെക്കോർഡ്സ്. ഇപ്പം എന്ത് ചെയ്യാൻ സയൻസിനെ കുറിച്ചും റിസർച്ചിനെ കുറിച്ചും ആളുകളോട് സംസാരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന ഒരാളായിരുന്നു സി വി രാമൻ പറയുന്നത്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഹി വാസ് എ കോംപ്ലക്സ് പേഴ്സൺ കണ്ടെയ്നിങ് മൾട്ടിറ്റ്യൂഡ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഒരു പെരുമാറ്റത്തിലൊക്കെ അല്ലെങ്കിൽ സയൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലാത്ത സമയത്തൊക്കെ ഒരു കോംപ്ലക്സിറ്റി കാണപ്പെടുന്ന ഒരാളായിരുന്നു സി വി രാമൻ. ഹി ഡിഡ് ഹാവ് ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ആൻഡ് ഇന്റലക്ച്വൽ ഫൈറ്റ്സ് വിത്ത് മെനി പീപ്പിൾ. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പല ആളുകളായിട്ടും സി വി രാമന് ഉണ്ടായിട്ടുണ്ട്. ബട്ട് വാട്ട് ഡ്രോ ഹിം വാസ് ഈ സയൻസ് ആൻഡ് ഇറ്റ്സ് കമ്മ്യൂണിക്കേഷൻ. പക്ഷേ മൂപ്പരെ മുന്നോട്ട് കൊണ്ടുപോയത് എന്തായിരുന്നു, മൂപ്പരുടെ സയൻസിലുള്ള വിശ്വാസം, മൂപ്പരുടെ ആളുകളോടുള്ള സയൻസിനെ കുറിച്ച് സംസാരിക്കാനുള്ള കഴിവാണ് മൂപ്പരെ ഇന്ന് കാണുന്ന സി വി രാമൻ ആക്കിയത് എന്നാണ് പറയുന്നത്. ഓക്കെ, it is fascinating to see how a person who fought with so many people was a good at communication his thoughts as a scientist. അപ്പോൾ നമുക്ക് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആളുകളോട് തർക്കിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഇത്രയും നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ, ഇത്രയും നല്ലൊരു സംഭാഷകനായി മാറിയത് എന്നുള്ളതാണ് ഇപ്പോഴും അത്ഭുതമായി നിൽക്കുന്ന ഒരു സാധനം എന്നാണ് പറയുന്നത്. ദർ ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് dichotomy in his character that needs further analysis. ഇപ്പോൾ സി വി രാമൻ എന്ന് പറയുന്നത് എൻഡ്ലെസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, എത്ര പറഞ്ഞാലും മതിയാവാത്ത ഒരു ക്യാരക്ടറാണ് സി വി രാമൻ്റെ. അപ്പം ഇനിയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ജി വി പവൻകുമാർ മൂപ്പരുടെ ഈ ആർട്ടിക്കിൾ നിർത്തുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സി വി രാമൻ ആസ് എ സയൻസ് കമ്മ്യൂണിറ്റർ. അപ്പോൾ എന്ത് ചെയ്യുക, എക്സാമിന് നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.